നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനകത്തുള്ള ട്രാൻസ്മിഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചത് കേരള പി എസ് സി പ്രീവിയസ് ഇയർ ചോദിച്ചതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അവയുടെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the mechanism provided for the relative movement and torque to the rear wheels of a vehicle which taking a turn is. അപ്പോൾ റിയർ വീൽസിൽ ഒരു വെഹിക്കിള് ടേൺ എടുക്കുമ്പോഴത്തേക്ക് റിയർ വീൽസിനകത്തുള്ള റിലേറ്റീവ് മൂവ്മെന്റ് ടോർക്ക് ഡിഫറെന്റ്, അതായത് രണ്ട് വീൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള വെലോസിറ്റിയും ടോർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസം ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 ഓപ്ഷനിൽ ഡിഫറൻഷ്യൽ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആണ് ആ ഒരു റിലേറ്റീവ് മൂവ്മെന്റും ടോർക്കും കൊടുക്കുന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റിലേറ്റീവ് മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിലുള്ള ഡിഫറൻസിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഈ ഒരു വെഹിക്കിള് റൈറ്റ് ടേൺ എടുക്കുകയാണെന്ന് വിചാരിക്കാം. റൈറ്റ് സൈഡിലോട്ട് ടേൺ എടുക്കുകയാണെങ്കിൽ ഔട്ടർ വീല് സഞ്ചരിക്കുന്ന പാത്താണ് ഈ ഡോട്ടഡ് കർവായിട്ട് കാണിച്ചേക്കുന്നത്. അതേപോലെ ഇന്നർ വീല് ട്രാവൽ ചെയ്യുന്ന പാത്ത് ഈ ഡോട്ടഡ് കർവായിട്ട് കാണിച്ചിട്ടുണ്ട്, ഈ ഒരു ചിത്ര ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ടർ വീലിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും, ഇന്നർ വീലിന് അതേസമയം കുറവ് ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ സ്ലിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ വീലിന്, ഔട്ടർ വീലിന് കമ്പയർ ടു ഇന്നർ വീലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റൊട്ടേഷൻ സ്പീഡ് കൂടുതലാവേണ്ടതുണ്ട്. അതായത് ടേൺ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് വീലിനെ കമ്പയർ ചെയ്യുമ്പോൾ, സ്പീഡ് കമ്പയർ ചെയ്യുമ്പോൾ റിയർ വീൽസിലെ രണ്ട് വീലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലെ വീലിന് കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് സ്പീഡ് അല്ലെങ്കിൽ ടോർക്കിലുള്ള ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണത് ആ ഒരു ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്തായിട്ട് വരും? ഡിഫറൻഷ്യൽ എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: which one of the following loading is considered for the design of axles? ഫോക്കസ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആക്സിലിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ലോഡിങ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ബെൻഡിങ് മൂവ്മെന്റ് ഓൺലി, സെക്കൻഡ് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് ഓൺലി, തേർഡ് കമ്പൈൻഡ് ബെൻഡിങ് മൂവ്മെന്റ് ആൻഡ് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ്, ലാസ്റ്റ് വരുന്നത് കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ബെൻഡിങ് മൂവ്മെന്റ്, ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് ആൻഡ് ആക്സിയൽ ത്രസ്റ്റ് ആണ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബെൻഡിങ് മൂവ്മെന്റ് ഓൺലി ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സിലിലേക്ക് വരുന്ന ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സിലിന്റെ ഫംഗ്ഷൻ ആക്ച്വലി വീൽസിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു കറക്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഹെവി ലോഡില് വീൽസിനെ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ആയിട്ട് വരും. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് വെഹിക്കിളിന്റെ വെയിറ്റ് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വണ്ടിയുടെ ആക്സിലോട്ടായിരിക്കും. സോ ആ ലോഡ് കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് മൂവ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഒരു ആക്സിൽ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് കൺസിഡർ ചെയ്യുന്നത് ബെൻഡിങ് മൂവ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: എ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു. അപ്പോൾ ഷാഫ്റ്റിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനായിട്ട് ബന്ധമുള്ളതാണ്. ആക്സില് പോലെയല്ല, ഷാഫ്റ്റിന് എന്തുണ്ട്, രണ്ട് ലോഡ് അത് ക്യാരി ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്ന് ബെൻഡിങ് മൂവ്മെന്റ്, പിന്നെ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് അല്ലെങ്കിൽ ടോർഷണൽ ലോഡിങ്. ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൽ നിന്ന് ആ ഷാഫ്റ്റിനെ സബ്ജക്ട് ചെയ്യുന്ന ഷാഫ്റ്റിലോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ്, രണ്ട് ടൈപ്പ് ലോഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് എന്താണ്? ട്രാൻസ്വേഴ്സ് ലോഡ്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ട്രാൻസ്വേഴ്സ് ലോഡ്. പിന്നെ അതുപോലെ തന്നെ വീൽസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ആ ഒരു പർട്ടിക്കുലർ എലമെന്റിൽ ഷാഫ്റ്റിൽ ടോർഷണൽ ലോഡിങ്ങും കൂടി വരും. അപ്പോൾ രണ്ട് ലോഡ് എന്താ ഷാഫ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് എ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലച്ച് വിത്ത് കോയിൽ സ്പ്രിങ്സ് ദ വെയർ ഓഫ് ദ ക്ലച്ച് ഫേസിംഗ് വിൽ കോസ് ദ ക്ലാമ്പിംഗ് ലോഡ് ടു. അപ്പോൾ ഒരു കോയിൽ സ്പ്രിംഗ് ഉപയോഗിക്കുന്ന ക്ലച്ചിനകത്ത് ക്ലച്ച് ഫേസിംഗിൽ ഉണ്ടാവുന്ന വെയർ ക്ലാമ്പിംഗ് ലോഡിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നെക്സ്റ്റ് സൈഡിലൂടെ ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൽ നിന്ന് നമുക്ക് അതിന്റെ എന്താണ് ക്ലാമ്പിംഗ് ലോഡ് എന്നും ആ ഒരു ക്ലാമ്പിംഗ് ലോഡും വെയർ ആൻഡ് ടയറും ആയിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ക്ലാമ്പിംഗ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് ഷാഫ്റ്റിൽ നിന്ന് ഔട്ട്പുട്ട് ഷാഫ്റ്റിലോട്ട്, പ്രൈമറി ഷാഫ്റ്റിലോട്ട് പവർ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ, അതായത് ക്ലച്ച് എൻഗേജ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കോയിൽ സ്പ്രിങ് ഈ പ്രഷർ പ്ലേറ്റിലോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈവീലും ഈ ഒരു പർട്ടിക്കുലർ പ്രഷർ പ്ലേറ്റും ആയിട്ട് ഒരു കോണ്ടാക്ട്, ഒരു ഫ്രിക്ഷണൽ കോണ്ടാക്ട് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രിക്ഷണൽ കോണ്ടാക്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോയിൽ സ്പ്രിങ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം, ഒരു ലോഡ് എക്സേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ ക്ലാമ്പിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ക്ലാമ്പിംഗ് ലോഡും ഈ ക്ലച്ച് ഫേസിംഗിൽ ഉണ്ടാകുന്ന വെയർ ആൻഡ് ടയറും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫ്ലക്ഷനും സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷനും ലോഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയറാ, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാ. അതായത് ഡിഫ്ലക്ഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കുറയും. സോ ഈ വെയർ ആൻഡ് ടയർ വരുമ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ കുറയും. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്ലാമ്പിംഗ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. എന്തിന്റെ കേസിൽ? കോയിൽ സ്പ്രിങ് ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലച്ചിനകത്ത് ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർത്ത് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഡിക്രീസ്. അതായത് കോയിൽ സ്പ്രിങ് യൂസ് ചെയ്യുന്ന ക്ലച്ചിനകത്ത് വെയർ ആൻഡ് ടയർ വരുമ്പോഴത്തേക്ക്, ക്ലച്ച് ഫേസിനകത്തേക്ക് വെയർ ആൻഡ് ടയർ വരുമ്പോഴത്തേക്ക് ക്ലാമ്പിംഗ് ലോഡ് എന്ത് സംഭവിക്കും? ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ക്ലച്ച് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിഷൻ ആൻഡ് ദ. ഇപ്പോൾ ക്ലച്ചിന്റെ പൊസിഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെയും എന്തിന്റെ ഇടയിലാണ് ക്ലച്ച് ലൊക്കേറ്റ് ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് കൃത്യമായിട്ട് ക്ലച്ചിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ കാണിച്ചിരിക്കുന്നത് എഞ്ചിൻ യൂണിറ്റ് ആണ്. എഞ്ചിനിൽ നിന്ന് എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെയും ഇടയിലായിട്ടാണ് കൃത്യമായിട്ട് പറഞ്ഞ ക്ലച്ചിന്റെ പൊസിഷൻ വരുന്നത്. ഈ ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, ആ ഫൈനൽ ഡ്രൈവ് എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്മിഷൻ യൂണിറ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ക്ലച്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് എഞ്ചിന്റെയും ട്രാൻസ്മിഷന്റെ ഇടയിലായിട്ടാണ്. ഓക്കെ, അപ്പൊ ക്ലച്ചിന്റെ ഫംഗ്ഷൻ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ടെമ്പററി ആയിട്ട് എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലോട്ട് ടെമ്പററി ആയിട്ട് ഡിസ്കണക്ട് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് ക്ലച്ചിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെ ഇടയിലായിട്ടാണ് വരിക. പക്ഷെ ഈ ഒരു ഈ ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, ഇതിനെ ഫൈനൽ ഡ്രൈവിനെല്ലാം ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ യൂണിറ്റ് ആണെന്ന് പറയാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിഷന്റെയും എഞ്ചിന്റെ ഇടയിലാണ് ക്ലച്ചിന്റെ പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, എഞ്ചിൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഇനേർഷ്യ ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് ദ ക്ലച്ച് ഷുഡ് ബി. ക്ലച്ചിനകത്തുള്ള റൊട്ടേറ്റിംഗ് പാർട്സിന്റെ ഇനേർഷ്യയെ കുറിച്ചാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് മിനിമം ആയിരിക്കണം, അത് മാക്സിമം ആയിരിക്കണം, 0 ആയിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഇനേർഷ്യ ഏറ്റവും മിനിമം ആയിരിക്കണം. അതാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആ ഒരു റൊട്ടേറ്റിംഗ് പാർട്സിന്റെ ഇനേർഷ്യ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലച്ച് നമ്മൾ ഡിസെൻഗേജ് ചെയ്യുമ്പോഴത്തേക്ക് ഗിയർ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസെൻഗേജ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റ് ഇനേർഷ്യ കാരണം കണ്ടിന്യൂസ് ആയിട്ട് അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, അതുകൊണ്ട് അതിന്റെ ഇനേർഷ്യ എത്രത്തോളം കുറയാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ ഏറ്റവും മിനിമം ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കണ്ടീഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, ദ മേജർ പർപ്പസ് ഓഫ് എൻ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈസ് ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചേക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതായത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ചാണ് സെവൻത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് എൻജിൻ സ്പീഡും വെഹിക്കിളിന്റെ സ്പീഡും കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് ആ ഒരു ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗിയർ റേഷ്യോ സെലക്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ടോർക്ക് ട്രാൻസ്മിഷൻ അതിനകത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഷിഫ്റ്റ് ഷോക്ക്, അതായത് ഷിഫ്റ്റ് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ലോവർ ഗിയറിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലോട്ടൊക്കെ ഇടുമ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് ഷോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലോട്ട് ഇടുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റർബൻസ്, അതിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ഷോക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഷോക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനകത്ത് ഏറ്റവും കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ദ മേജർ പർപ്പസ് ഓഫ് എൻ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈസ് ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് മേജർ പർപ്പസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റെഡ്യൂസസ് ഷിഫ്റ്റ് ഷോക്ക് ആൻഡ് അച്ചീവ്സ് മോർ എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ ഓഫ് എൻജിൻ ടോർക്ക്. ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ടോർക്ക് കൺവെർട്ടർ യൂസസ് ഡാഷ് ടു ട്രാൻസ്ഫർ ടോർക്ക്. അപ്പോൾ ടോർക്ക് കൺവെർട്ടറിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ATF, ഷോർട്ട് ഫോം ATF അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടോർക്ക് കൺവെർട്ടറിന്റെ വർക്കിംഗ് ഒരു അനിമേഷൻ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അറിയാം, വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒരു പമ്പ് ഉണ്ട്. അപ്പോൾ ആ പമ്പ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ എനർജി ഫ്ലൂയിഡ് പാർട്ടിക്കിളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ ഹൈ പ്രഷറിലുള്ള ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മറ്റൊരു മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടർബൈനിലെ ഇൻലെറ്റിലോട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു ഹൈ പ്രഷറുള്ള ഫ്ലൂയിഡ് ടർബൈനിൽ എൻ്റർ ചെയ്ത് ടർബൈനിന്റെ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എനർജി ലോസ് നടന്ന ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ വീണ്ടും മറ്റൊരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്സിയലായിട്ട് പമ്പിന്റെ ഇൻലെറ്റിലോട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു സമാനമായ രീതിയിലാണ് ടോർക്ക് കൺവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മോഷൻ വരുമ്പോഴത്തേക്ക് പമ്പിലുള്ള റൊട്ടേഷണൽ എഫക്റ്റ് ഇങ്ങോട്ട് ടർബൈനിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ സമാന രീതിയിലാണ് ടോർക്ക് കൺവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇതാണ് ടർബൈൻ വീല്, അതിലോട്ട് പമ്പ് വീല് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ പമ്പ് വീലാണ് ആക്ച്വലി എഞ്ചിനിൽ നിന്നുള്ള പവർ കാരണം പമ്പ് വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പമ്പ് വീലിൽ നിന്നുള്ള ഫ്ലൂയിഡ് ആക്സിയലി അവിടെ എനർജി ട്രാൻസ്ഫർ നടന്നതിന് ശേഷം ആക്സിയലി ഓവർഹെഡ് പൈപ്പ് പോലെ നേരത്തെ കാണിച്ചതുപോലെ ഓവർഹെഡ് പൈപ്പിൽ കൂടെ വരുന്ന പോലെ മുകളിലോട്ട് ഫ്ലോ ചെയ്ത് നേരെ ടർബൈൻ വീലിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടർബൈനിലെ ഇൻലെറ്റിലോട്ട് ചെന്നതിന് ശേഷം ടർബൈനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ടർബൈൻ വീല്, ഇത് പമ്പ് വീല്. അങ്ങനെ റൊട്ടേഷൻ നടന്നതിന് ശേഷം ആ എനർജി ലോസ് സംഭവിച്ച ഫ്ലൂയിഡ് നേരെ തിരിച്ച് പമ്പിന്റെ ഇൻലെറ്റിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള ഇൻപുട്ട് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ എഫക്റ്റ് ഔട്ട്പുട്ട് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ടോർക്ക് കൺവെർട്ടർ വർക്ക് ചെയ്യുന്നത്. 9th ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ഗിയേഴ്സ് ഇൻസൈഡ് ദ ഡിഫറൻഷ്യൽ കേസിംഗ് ആർ. ഡിഫറൻഷ്യൽ കേസിങ്ങിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഗിയർ ഏതാണെന്നാണ് 9th ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഡിഫറൻഷ്യൽ കേസിങ്ങിനകത്ത് വരുന്ന
ഗിയേഴ്സിൽ ഏറ്റവും സ്മോളസ്റ്റ് ഗിയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എനിക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ പിനിയൻ ഗിയർ ആണ്. പിനിയൻ ഗിയർ ആണ് ഏറ്റവും ചെറിയ ഗിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏറ്റവും ചെറിയ ഗിയർ പിനിയൻ ആണ്. ഓക്കെ, ഡ്രൈ പിനിയൻ എന്ന് പറഞ്ഞ ഈ ഗിയർ ആണ്. ആക്ച്വലി ഈ ഒരു ഫിഗറിനകത്ത് പ്ലാനറ്റ് പിനിയണും സെയിം ആയിട്ട് തോന്നിക്കുമെങ്കിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും സൈസ് കുറവ് ഡയമെൻഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡയമെൻഷൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ചെറിയ ഗിയർ ആയിട്ട് സ്മോളസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ പിനിയൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാൽ, അതായത് ലാർജസ്റ്റ് ഗിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രൗൺ വീൽ ആണ്. ലാർജസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ക്രൗൺ വീൽ ആണ് ലാർജസ്റ്റ് ഗിയർ ആയിട്ട് വരുന്നത്. 10th ക്വസ്റ്റ്യൻ, ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ബാക്ക്ലാഷ് ഇൻ എ ഡിഫറൻഷ്യൽ ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ. 10th ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡിഫറൻഷ്യലിനകത്ത് ഏത് രണ്ട് ഗിയേഴ്സിന്റെ ഇടയിലാണ് ബാക്ക്ലാഷ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. ബാക്ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീറ്റിംഗ് പാർട്സിന്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിയറൻസ് ആണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ക്രൗൺ വീലിന്റെയും ഡ്രൈ പിനിയന്റെയും ഇടയിലാണ്. അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ക്രൗൺ വീല്. ആ ഒരു ക്രൗൺ ഗിയറിന്റെയും ഡ്രൈ പിനിയൻ ഗിയറിന്റെയും ഇടയിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? ബാക്ക്ലാഷ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കിങ്ങിന് ഡിഫറൻഷ്യലിന്റെ വർക്കിംഗ് വരുമ്പോഴത്തേക്ക് അത് ഗിയേഴ്സിന്റെ ടീത്ത് തമ്മിൽ ജാമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ലാഷ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.